അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 28. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫ്രം ദ ടോപ്പിക് കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. ഓക്കെ, കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. ഇതിൻ്റെ സബ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിർച്ചോഫ് കറണ്ട് റൂൾ. അതുമായിട്ട് കണക്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും. അതിനോട്ട് സിംഗിൾ ടോപ്പിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. പക്ഷേ പ്രിസൈസ്ലി നമ്മളിത് നോക്കുന്നത് ഇതിൻ്റെ കോർ കൺസെപ്റ്റ് കിടക്കുന്നത് എവിടെയാണ്? കിർച്ചോഫ് കറണ്ട് റൂളുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് അതിൻ്റെ സബ് ടോപ്പിക്കായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻ ദ ഗിവൺ സർക്യൂട്ട് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ റെസിസ്റ്റൻസ് 20 ohm ഈസ് 0.3 ആംപിയർ while the ammeter reads 0.9 ആംപിയർ. ദ വാല്യൂ ഓഫ് R1 ഈസ് ഡാഷ് ഓം എന്നാണ് പറയുന്നത്. അതായത് നമ്മൾക്ക് ഇവിടെ 3 റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, 20, 15 അതുപോലെ തന്നെ R1. അതിനകത്ത് 20 ഓമിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 0.3 ആംപിയർ ആണെന്നും ഈ അമ്മീറ്റർ കാണിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് 0.9 ആംപിയറുമാണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ R1ൻ്റെ വാല്യൂ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ എന്തിൻ്റെ വാല്യൂ ചോദിച്ചിരിക്കുന്നത്? R1ൻ്റെ വാല്യൂ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ ശ്രദ്ധിക്കുക, ഇവിടെ ഈ തന്നിരിക്കുന്ന ഡേറ്റ ഉണ്ടല്ലോ, ഏതാണ്? 20 ഓമിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞു? 0.3 ആംപിയർ ആണെന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ ഓംസ് ലോ എന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. V ഈസ് ഈക്വൽ ടു അല്ലേ, V ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? I ഇൻറ്റു R എന്ന് എഴുതാമല്ലോ, I ഇൻറ്റു R. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ട് എന്ന് പറയുന്നത് 3/10 അവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 20 കട്ടാകുന്നു. എത്ര വന്നു? 6 വോൾട്ട് എന്ന് വന്നു. ശരിയല്ലേ? സോ ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് 6 വോൾട്ട് ആണെങ്കിൽ ഇവിടുത്തെയും 6 വോൾട്ട് വരണം. അതുപോലെ തന്നെ ഇവിടുത്തെ എത്ര വരണം? 6 വോൾട്ട് എന്ന് തന്നെ വരണ്ടേ? ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിയാൽ മക്കളെ, ഇവിടെ ഓംസ് ലോ അപ്ലൈ ചെയ്യും. ഇവിടെ ഓംസ് ലോ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 6 ഈസ് ഈക്വൽ ടു അല്ലേ 15 ഇൻറ്റു അതുവഴി പോകുന്ന കറണ്ട് എന്ന് വരണ്ടേ? ആണല്ലോ. എത്ര വരണം? അതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് നമുക്ക് വരണം. ശരിയല്ലേ? സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും 6നെ എനിക്ക് എന്തെന്ന് എഴുതാം? 3 ഇൻറ്റു 2 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 5 ഇൻറ്റു 3 എന്ന് എഴുതാൻ പറ്റും അല്ലേ? ശരിയാണ്. അപ്പോൾ ഇതും കട്ടായി പോകും. സോ നമുക്കിവിടെ എത്ര വരും? 2/5 ഈക്വൽ ടു I എന്ന് വരും. ഇവിടെ I ഈക്വൽ ടു എന്താകും? 0.4 ആകും. എത്ര വന്നു? 0.4 എന്ന് എഴുതാൻ പറ്റും. സോ അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇതുവഴി പോകുന്നത് 0.3, ഈ 15 ഓമിലൂടെ പോകുന്നത് 0.4. സോ 0.3 പ്ലസ് 0.4 എത്ര വന്നു? 0.7 എന്ന് വരുമല്ലോ. ഇവിടെ കോമ്പിനേഷൻ എത്ര വരും? 0.7 എന്ന് വരും. ഇവിടെ ടോട്ടൽ കറണ്ട് നോക്കിയാൽ 0.9 വരുന്ന കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതുവഴി വരുന്ന കറണ്ട് എത്ര ആയിരിക്കണം? 0.2 ആയിരിക്കണ്ടേ? എങ്കിലല്ലേ ഇത് ആഡ് ചെയ്തിട്ട് 0.9 ആകത്തുള്ളൂ. സോ ഇനിയും വീണ്ടും R1 എന്ന റെസിസ്റ്റൻസിൻ്റെ അക്രോസ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ഓംസ് ലോ അപ്ലൈ ചെയ്യുക. അവിടെ ഓംസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ 6 ഈസ് ഈക്വൽ ടു 2/10 ഇൻറ്റു എത്രയെന്ന് വരും? R1 എന്ന് വരും. ശരിയല്ലേ? സോ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്ര വന്നു? 3 എന്ന് വന്നു. സോ R1 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 30 ഓം എന്ന ആൻസറിലൂടെ നമുക്ക് എത്താൻ പറ്റും.